ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇവിടെ കുട്ടികൾക്ക് മധുരം ആവശ്യമുള്ള കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിച്ച് കൊടുത്താലും മതി. ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉപ്പും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി. ഇത് രണ്ടും കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം. എന്നിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കും. നമ്മൾ കൈ വെച്ചിട്ടൊക്കെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു ഡബിൾ സൈസ് ആവുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. നമ്മളിത് മിക്സ് ആക്കുന്ന സമയത്ത് ചൂടുള്ള പാൽ തന്നെ ആയിരിക്കണം കേട്ടോ. നല്ല ചൂട് പാടില്ല, ഒരു ഇളം ചൂടുള്ള പാലായിരിക്കണം. അതുപോലെ ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ എടുക്കുന്ന സമയത്ത് പുതിയ ഈസ്റ്റ് തന്നെ എടുക്കുക. അങ്ങനെ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ട്രേയിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നെയ്യാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആക്കി കൊടുക്കുക, അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ ട്രേയിലേക്ക് നമ്മളെ ഡോ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഒരേ ലെവലിലൊന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അരമണിക്കൂറോളം വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി പാലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. പാല് മുകൾ ഭാഗം അത് ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 25 മിനിറ്റ് ഞാൻ അതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവണ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പട്ടിയിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യൂലേ, ആ ഒരു രൂപത്തിലും ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ട്രേയിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുക. അങ്ങനെ എല്ലാ സൈഡും കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റിൽ ആ ബ്രെഡിൻ്റെ ഇതിൽ കിട്ടുള്ളൂ. ചൂടോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. ഞാൻ അധികം ചൂടാറാനായിട്ട് നിന്നിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.